മനസ്സിലാക്കേണ്ടത്. സംസ്ഥാനത്ത് നിന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിൽ മഴ കനക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വയനാട് ജില്ലയിലും സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് തത്സമയം ചേരുന്നു. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. വയനാട്ടിൽ മഴയുടെ അവസ്ഥ എങ്ങനെയാണ്? ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയുണ്ട്. അതിനപ്പുറം ഇന്ന് എങ്ങനെയാണ് വാഹന ഗതാഗതം അതേപോലുള്ള കാര്യങ്ങൾ? SKN അതിശക്തമായ മഴയാണ് ഇന്നലെ രാത്രി മുതൽ ഉള്ളത്. സ്വാഭാവികമായും അവധി പ്രഖ്യാപിക്കേണ്ട സാഹചര്യം വന്നു. ഇന്നലെ രാത്രി അവധി പ്രഖ്യാപിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് കാലത്താണ് ജില്ലാ കളക്ടർ DR മേഘശ്രീ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ കനത്ത മഴ വയനാട് ജില്ലയുടെ വിവിധ മേഖലകളിൽ ഉണ്ടായിരുന്നു. മേപ്പാടി, അതോടൊപ്പം തന്നെ തൊണ്ടർനാട് മേഖല, ഒപ്പം പേരിയ, മാനന്തവാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത്. കൽപ്പറ്റ അടക്കമുള്ള പ്രദേശങ്ങളിൽ, കൽപ്പറ്റയും മീനങ്ങാടിയും ബത്തേരിയും അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇടവിട്ടാണ് മഴ പെയ്തിരുന്നത്. സ്വാഭാവികമായും വലിയ രീതിയിൽ നീരൊഴുക്ക് കബനിപ്പുഴയിലും അതോടൊപ്പം തന്നെ പനമരം പുഴയിലും അടക്കം ഉണ്ടായിട്ടുണ്ട്. ഈ ചെറുപുഴ ഉൾപ്പെടെ പലയിടത്തും കരകവിഞ്ഞ ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നു. മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ കൽപ്പറ്റ നഗരത്തിലെ ഗിരിനഗർ എന്ന് പറയുന്ന പ്രദേശത്ത് അമിത വോൾട്ടേജ് പ്രവാഹത്തെ തുടർന്ന് വൈദ്യുതോപകരണങ്ങൾ നശിച്ചതായിട്ടുള്ള പരാതിയും ഉയർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ചില അനിഷ്ട സംഭവങ്ങൾ കൂടി ഈ മേഖലയിൽ, വയനാട് ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് SKN. ഓക്കെ, താങ്ക് യു. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.